ഇനിയിപ്പോൾ ഇതിൽ പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ ട്രിബ്യൂണലൊക്കെ ഒരു പരിഹാരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ശാരദയ്ക്ക് ഉന്നയിച്ച ഈ പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. കാരണം ഇത് പരിഹരിച്ചുകൊണ്ട് ഈ മിംഗ്ലിംഗ് ഒഴിവാക്കിക്കൊണ്ട് ഈ ആൺപെണ്ണ് ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് ഈ പെണ്ണിന്റെ വസ്ത്രം മുഴുവൻ പ്രൊവോക്കേറ്റീവ് അല്ലാത്ത അട്രാക്റ്റീവ് അല്ലാത്ത രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ പെണ്ണിന് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താ സ്ഥാനം എന്ന് ചോദിച്ചാൽ പിന്നെ അതിൽ അർത്ഥമല്ല. അപ്പോൾ അങ്ങനെ അതൊരു പരിഹാരമായിട്ട് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അതിനെപ്പറ്റി അതിലൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. കാരണം പെണ്ണിഞ്ഞ് മുതൽ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കൂല. അതിൽ ഈ വത്സലകുമാർ റിട്ടയർഡ് IAS ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മെയിൽ ഡയറക്ടേഴ്സിൻ്റെ ഫിലിമുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഷോർട്ടായ ഡ്രസ്സുകൾ കൊടുക്കുന്നു, അത് ഇടാൻ നിർബന്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം വിമൺ ഡയറക്ടേഴ്സിൻ്റെ ഇതിൽ കുറച്ചും കൂടി വിമൺ ഫ്രണ്ട്ലി ആണ്, അവരത്തരം ഡ്രസ്സുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് പെണ്ണ് ഇത്തരം ഡ്രസ്സ് ഇടുന്നതിൽ താല്പര്യം? സത്യത്തിൽ അവർ ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പുരുഷൻ നിശ്ചയിച്ച ഡ്രസ്സും പുരുഷൻ്റെ താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുന്ന ഡ്രസ്സുമാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നാണ്.